അവൻ ഇതിൽ ആപ്ലോന്റെ പേരും പറഞ്ഞ് തള്ളിക്കളയാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ കാണൂല. ദൈവം എന്നുള്ളൊരു വ്യക്തി ഇതെല്ലാം കാണുന്നുണ്ട്. ഇതല്ലെങ്കിൽ നാളെ അവരത് അനുഭവിക്കുക ഈ ഭൂമിയിൽ അവർ പോകും. ഒരു കുട്ടിയുടെ ജീവൻ കളഞ്ഞ ആളെ എന്താ ചെയ്യേണ്ടത്? താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോൾ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അപ്പോൾ ഒരു ചെറുക്കിനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പോൾ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കേരളമാകെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് നിതിൻ രാജിൻ്റേത്. അപ്പോൾ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായി ഉണ്ടായിരുന്ന RL നിതിൻ രാജിൻ്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യയല്ല, കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന നിതിൻ രാജിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഊഹിക്കാൻ കഴിയുന്നത് അതൊരു കൊലപാതകമാണെന്നാണ്. ഒരാളെ മാനസികമായി തളർത്താൻ ഏതൊരാൾക്കും കഴിയും എന്നുള്ള ഇത്രയും ബോൾഡായിട്ടുള്ള നിതിൻ രാജിനെ പോലെയുള്ളവരെ മാനസികമായി തളർത്തി ആത്മഹത്യ ചെയ്യാൻ കഴിയുന്ന അന്ന് നടന്ന ആ 35 മിനിറ്റ് ഓഫീസ് റൂമിൽ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നടന്ന ആ 35 മിനിറ്റിന് ശേഷം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ നിതിൻ രാജ് പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് ആ 35 മിനിറ്റിൽ? ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ ഒരു റാം എന്ന അധ്യാപകനുണ്ടായിരുന്നു. ഇയാൾ നിരന്തരമായി വിദ്യാർത്ഥികളെ ഇൻസൾട്ട് ചെയ്യുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് തവണ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള റാമിനെ പോലുള്ള അധ്യാപകർ നിലനിൽക്കുന്ന ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ ആ മരണത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിതിൻ രാജ് പങ്കുവച്ച ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീവ് ചേർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വെട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളിലും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-99 പേരും തൻ്റെ അടി മേടിക്കുന്നു. കേട്ടില്ലേ? അപ്പോൾ ഇതാണ് നിതിൻ രാജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന വോയിസ് ക്ലിപ്പ്. ഇതിനകത്ത് പറയുന്നത് റാം എന്ന അധ്യാപകനെ കുറിച്ചാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഈ നിതിൻ രാജിൻ്റെ തന്നെ സഹപാഠികൾ പറയുന്നതാണ്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ പേര് MK റാം. അന്ന് തൊട്ട് ഇതിനെ കേൾക്കാം. അന്ന് തൊട്ട് നമുക്കൊരു ഉള്ളിലൊരു പേടിയും, സീനിയേഴ്സ് ചേച്ചിമാരും ചേട്ടന്മാരും പറയുന്നു ഒരാളുണ്ട് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഓക്കെ, നാളെ വരും മറ്റന്നാൾ വരും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എണ്ണിയിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. അവിടേക്ക് വരുമ്പോൾ തന്നെ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഒരു ഗുണ്ട വരും എന്നൊക്കെ പറയില്ല. ഇപ്പം നമ്മൾ മാമുക്കോയുടെയും ജയറാമിൻ്റെയും ശ്രീനിവാസിൻ്റെ ഒരു പടമുണ്ട്. ആ പടത്തിനകത്ത് പറയുന്നുണ്ട് കീലേരി അച്ചു എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഗുണ്ടയുണ്ട് ഇവിടെ. അപ്പോൾ ആള് വരും, അപ്പോൾ ആള് വലിയൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയില്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ ഭയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവിടുത്തെ സിനിമയിലുള്ള കീലേരി അച്ചു അല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇയാളൊരു ഗുണ്ട തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരിയാണ് പിള്ളേരെ സ്കൂളിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയുണ്ട് കേൾക്കാം. വന്നു കയറി എന്താ ഫസ്റ്റ് ക്ലാസ് എന്താ നടന്നതെന്ന് പോലും ഒരു പിടിയില്ല. വന്നു ഗീത, ബൈബിൾ, ഖുറാൻ ഈ സംഭവത്തെ പറ്റി എന്തൊക്കെയോ സംസാരിച്ചു, എന്തൊക്കെയോ കുറ്റങ്ങളും പറഞ്ഞു, ഖുറാനെ എന്തൊക്കെയോ പറഞ്ഞു, മുസ്ലിം കുട്ടികളെ എന്തോ പറഞ്ഞു, ബോഡി ഷേമിങ് ചെയ്ത് പുള്ളിക്കാരൻ പോയി. നമ്മളിങ്ങനെ ഓക്കെ എന്താ ഇതെന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മളെല്ലാം നിന്നു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓക്കെ ഇതായിരിക്കും അടുത്ത പറയുമ്പോൾ പോണേ എന്നുള്ള രീതിയിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓക്കെ തള്ളുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ
ഈ ഒരു ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ ഓക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവണം, അല്ലാതെ എന്താണ് സൈക്കോ പോലെയാ. സൈക്കോ ആണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ രീതിയിലുള്ള കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയും, ഒരാളെ മാത്രമല്ല എല്ലാവരെയും നല്ല രീതിക്ക് ടോർച്ചർ ചെയ്യുന്നത്. ബോഡി ഷെയ്മിങ്ങും റിലീജിയസ് ആയിട്ടുള്ള ഓരോ ടോക്കും എല്ലാം കൊണ്ടും പറ്റാത്ത അവസ്ഥയായി, ഇപ്പോ ഒട്ടും പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. നിങ്ങളുടെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ എം കെ രാമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായി കണക്കാക്കാൻ, അതായത് സാറെന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ല? എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. ഇപ്പോ ഒരു കുട്ടിയുടെ ജീവൻ കളഞ്ഞ ആളെ എന്താ ചെയ്യണ്ടേ? നമുക്കൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനും ഒന്ന് ജസ്റ്റ് കാഷ്വലായി സംസാരിക്കാനും കുട്ടികളെ സങ്കടങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എന്റെ ഇതുവരെയുള്ള ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അറിയാവൂ. ഈ കോളേജ് വന്നപ്പം ഈ ഒരു സാറിനെ കാണും, ഈ പുള്ളിക്കാരനെ കാണുമ്പം നമ്മൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്? ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും ഈ സാറുണ്ട്, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ പേടിയാണ്. പണ്ട് നമ്മളിപ്പോൾ ഈ ഇമ്പോസിഷനൊക്കെ എഴുതിയില്ലെങ്കിലും മാഷന്മാരെ പേടിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ കാലഘട്ടമാണെങ്കിലും എല്ലാ സ്കൂളിലും ഒരു മാഷുണ്ടാവും, ഒരു പേടി സ്വപ്നമായിട്ടുള്ള മാഷ്. പക്ഷേ ആ മാഷിനും ഒരു മനസ്സുണ്ട്, ഒരു ഹൃദയമുണ്ട്. പക്ഷേ അദ്ദേഹമൊന്നും ഈ നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊന്നും നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ വന്നിട്ടില്ല, ബോഡി ഷേമിംഗ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ പഠിക്കാത്തപ്പോൾ നമ്മളെ കൂടുതൽ ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അധ്യാപകന്മാരാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ ആ കുട്ടി എന്നെ പറയുന്നു, ഫസ്റ്റ് തന്നെ വന്നത് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ഇപ്പോൾ ബോഡി ഷേമിങ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഇയാളെക്കുറിച്ച് നമുക്ക് എന്തു പറയാനാണ്? മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആ കോളേജിൽ അരങ്ങേറിയതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കോളേജ് തന്നെ റോങ് ആണ്. ആ കോളേജിൽ ആകെ പ്രവർത്തിക്കുന്ന ഈ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്, ബാക്കി എല്ലാം അടഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു മേലധികാരികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വിദേശത്തുള്ളവരാണ്, ഇവിടെയുള്ള ഒരാൾക്കാരല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പാളും അവിടെയുള്ള ആൾക്കാരൊന്നും ഇതുവരെ മൊഴി കൊടുക്കാത്തതും ഇതുവരെ പുറത്തോട്ട് വരാത്തതും സംസാരിക്കാത്തതും ഒക്കെ. ആ റാം എന്ന അധ്യാപകനെ കുറിച്ച് ഇപ്പോൾ ഒരു കുട്ടീനെ ഇപ്പോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നേരിട്ട് അടിക്കല്ല, വേറൊരു കുട്ടിയെ കൊണ്ട് ഈ കുട്ടീനെ അടിപ്പിക്കുക, ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയെ കൊണ്ട് അടിപ്പിക്കുക. അതായത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമല്ല, ഒരു കുട്ടിയെ വേറൊരു കുട്ടിയെ കൊണ്ട് അടിപ്പിക്കുക. അത് അടി സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രോങ് ആയി അടിക്കാൻ പറയാം. ഇങ്ങനെയുള്ള ഓരോ കാട്ടായങ്ങൾ കാട്ടുന്ന ഇമാതിരി വൃത്തികെട്ട അധ്യാപകന്മാർ ഉള്ളിടത്ത്, അധ്യാപകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മളെ ഗുരുക്കന്മാരാണ്. ഇപ്പോൾ ദൈവം കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നത് അവരാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ ഇമാതിരിയുള്ള കുരുക്കന്മാരെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കുക? നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട അധ്യാപകന്മാർ ഇമാതിരിയുള്ള വേലത്തരൊക്കെ കാട്ടിവെക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇയാളെ പോലെയുള്ളവരെ സ്പോട്ടിൽ ആക്ഷൻ എടുക്കണം. അതിന് കഴിവില്ലാത്ത പ്രിൻസിപ്പാളും കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും, ഇവനൊക്കെ എന്താ പറയുക, കടയിലേ വെട്ടണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇവനൊക്കെ മുമ്പേ തന്നെ അവിടെ നിന്ന് പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറയും. വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ കൂടിയിട്ട് ഒരു വീഡിയോ കാണാം. തലയിൽ അടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോൾ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. കുറച്ച് നാളത്തേക്കും അധികം ഇതുപോലെ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് അതേപ്പറ്റി സംസാരിക്കുകയും എന്തിനാണ് അങ്ങനെ കൊടുത്തത്, നിങ്ങളാണോ കൊടുത്തത്, ആരെ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ പല ബാച്ചുകളിലായിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്, ഇപ്പൊ ആള് ഡാർക്ക്, ലീൻ, ഫാറ്റി, അങ്ങനെ പല പേരുകളിലും പുള്ളി പറഞ്ഞു. അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഒരു ക്ലാസ്സിൽ വന്നിട്ട് അപ്പൊ ഈ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് നിന്റെ പേരറിയില്ല, അപ്പൊ ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്, നീ ഡാർക്ക് അല്ലേ, നീ ഫാറ്റി, പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വളരെ പേരൻസ് മീറ്റിംഗിൽ ഉൾപ്പെടെ പേരൻസ് വരുമ്പോൾ പോലും വളരെ മോശമായിട്ടാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ആ റൂമിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പേപ്പറുകൾ വലിച്ചെറിയുക, ഇതാണ് നിങ്ങളുടെ മാർഗം, അവള് എന്താ വൈവ കംപ്ലീറ്റ് ആക്കിയില്ല, അവൾ എക്സാം എഴുതില്ല, അങ്ങനെ പല രീതികളും പറഞ്ഞ് നമ്മുടെ പേരൻസിനെ ഉൾപ്പെടെ ഇമോഷണലി തളർത്തിട്ടുണ്ട്. അപ്പൊ മേ ബി പുള്ളി വിചാരിക്കുന്നത് ഇറങ്ങുമ്പോഴത്തേക്കും പേരൻസ് നമുക്കെതിരെ തിരിയുന്നതാണ്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ പേരൻസ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പേരൻസിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചാണ് പേരൻസിനോട് സംസാരിക്കുന്നത്.
പറയുന്ന ഓഡിയോയിൽ പുറത്തു വന്ന പോലെ ആളുകളുടെ സാമ്പത്തികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്റ്റുഡന്റ് സംസാരിക്കുന്നൊന്ന് കേൾക്കാം. പുള്ളി ഇപ്പൊ റാം എന്ന് പറഞ്ഞ HOD അല്ലെ അക്യൂസ്ഡ് ആയിട്ടുള്ള HOD കാരണമാണോ അവൻ മരിച്ചത് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സത്യമാണ്. അത് കാരണമാണോ അവൻ മരിച്ചത് നമുക്കറിയില്ല. പക്ഷെ ആ കാര്യങ്ങൾ തികച്ചും സത്യമാണ്. കളറിന്റെ പേരില്, നമ്മളുടെ ബോഡി ഷേപ്പിന്റെ പേരിൽ ഒക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഒരു ഫസ്റ്റ് ഇയറിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തേർഡ് ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഞാനൊരു ഉത്തരം പറഞ്ഞ പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല, ഒരു പെൺകുട്ടിയാണ്. അടിച്ചാൽ പോലും എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചെറുക്കനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പൊ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കനെ സഹായസ്ഥനാണ് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ക്ലാസ് ആൻഡ് ഹിം. അപ്പം അങ്ങനെ ഷൂട്ടിലടിക്കുന്നു പറഞ്ഞു. ഷൂട്ടിലടിച്ചു. ഞാൻ അവിടെ ചിരിച്ചു നിന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ ഒന്നും നമ്മൾ ചിരിച്ചിങ്ങനെ നിൽക്കണം. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു. പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടുത്തെ ഓരോ പാരന്റ്സും സ്റ്റാഫിനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അവർ കംപ്ലൈന്റ് ചെയ്യാത്തത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ്. ഞാൻ അടക്കം പറഞ്ഞു വേണ്ട, ഇവിടെ ഒരു പ്രശ്നമാക്കാൻ വയ്യ, പുള്ളി പ്രാക്ടിക്കൽസ് പൊട്ടിക്കും. ഇയാൾക്ക് ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ ധൈര്യപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഇയാൾ ഇന്റേണൽ മാർക്കിൽ കൈവയ്ക്കും. നേരത്തെ കണ്ട ആ ക്ലിപ്പിലില്ലേ, ഇപ്പോൾ നിനക്ക് 3 മാർക്ക് ഞാൻ കുറച്ചിട്ടുണ്ട്, അത് നിൻ്റെ വീട്ടുകാർക്ക് സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയുക മനസാക്ഷി ലെവലേശമില്ലാത്ത ഈ റാം എന്ന അധ്യാപകൻ ഇപ്പോൾ ഇയാൾ തന്നെയാണ് സ്റ്റാറ്റസുകൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ജോലി ഇപ്പോൾ വിളിക്കുന്നത് നീ ഡാർക്കാണ്, നീ ഫാറ്റിയാണ്, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നീ കറുത്തട്ടാണ്, നീ ഫാറ്റി, നീ തടിച്ചിയാണ്. ഇപ്പം മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരാളേനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഇയാളേനെ എന്തെന്നും പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടി വരിക. ഇനി ഈ ചെറുക്കനൊരു ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഹണി ട്രാപ്പിൽ ചെറുക്കൻ പെടല്ല, ഒരു മധ്യവയസ്കനെ ഈ നിതിൻ രാജ് പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിലൊരു വിഷയമേ അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാണ്. എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതായത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് ഒരു പെണ്ണിൻ്റെ അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മധ്യവയസ്കനുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കേസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഈ കോളേജിലേക്ക് വരികയും തുടർന്ന് ഇനി മേലിൽ ഇമാതിരി പരിപാടികൾ ഉണ്ടാവരുത് എന്ന് വാണിംഗ് കൊടുക്കുകയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ പറ്റിച്ച അയാൾക്ക് പരാതിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം കേസാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ നിതിൻ രാജ് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോയിട്ടില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള ഈ കളിയാക്കലുകളും എന്താ പറയുക, നിങ്ങൾ എന്നൊന്ന് ആലോചിക്കുക, നമ്മളെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് സ്റ്റാഫ് റൂം. ഓരോ കുട്ടികൾക്കും എന്താ പറയുക ഒരു ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഒരു സ്ഥലമാണ് സ്റ്റാഫ് റൂം. അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കയറി ചെന്ന് ചോദിക്കാൻ പറ്റണ ഒരു സ്ഥലമാവണം ഈ സ്റ്റാഫ് റൂം. അതായത് അവിടുത്തെ അധ്യാപകന്മാർ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടേക്ക് ഒരു കുട്ടി കയറി ചെല്ലുമ്പോൾ ആ കുട്ടിയെ നിർത്തി പൊരിക്കുകയല്ല വേണ്ടത്. ആ കുട്ടി എന്ത് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടായാലും അധ്യാപകരെ ശിക്ഷിക്കണം. പക്ഷേ ഇമാതിരി ഇൻസൾട്ടിങ്ങും നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അയാളെ ക്രൂശിക്കാനിരിക്കുകയും സ്റ്റാറ്റസ് നോക്കി ആൾക്കാരുടെ അടുത്ത് പെരുമാറുകയും ചെയ്യപ്പെടുന്ന ഇമാതിരിയുള്ള അധ്യാപകന്മാരെ എടുത്ത് തൂരയ്ക്ക് കളയണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യം കേട്ട ആ വോയിസ് ക്ലിപ്പിൽ സർജറിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ്റെ അമ്മയെ പറ്റിയിട്ട് മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറിക്ക് വേണ്ടിയിട്ട് ഇവൻ ഒരു ലോൺ ആപ്പിൽ കയറുന്നു. അതായത് ഇൻസ്റ്റാപേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിനകത്താണ് ഇവൻ കയറുന്നത്. ഇൻസ്റ്റാപേ എന്ന് പറഞ്ഞ ഒരു ലോൺ ആപ്പിൽ നിന്നും ഇവൻ 15,000 രൂപ ലോൺ എടുക്കുന്നു. എന്നിട്ട് ഒരു 5,000 രൂപകളൊക്കെ അവൻ തിരിച്ചടച്ചിട്ടുണ്ട്. ഈ ലോൺ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ
ഫസ്റ്റ് തന്നെ നമ്മളെ കുറേ സംഭവങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനെ നമ്മളിങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കോണ്ടാക്ട്സിൻ്റെ ലിസ്റ്റ് കൂടി അവരിലോട്ട് പോകും. അപ്പോൾ ഈ ലത എന്ന് പേരുള്ള ലത എന്നാണ് ഇവൻ്റെ അമ്മയുടെ പേര്. അപ്പോൾ ഇവർ മാസം പൈസ അടക്കാണ്ടായപ്പോൾ വെറും 15,000 രൂപയാണ്, അതിൽ 5,000 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൈസയാണ് ഇനി. അപ്പോൾ ആ പൈസ കിട്ടാണ്ടായപ്പോൾ ഇവൻ്റെ കോണ്ടാക്ട്സ് ഓൾറെഡി അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കോണ്ടാക്ട്സിൽ സെർച്ച് ചെയ്തപ്പോൾ ലത എന്നുള്ള പേരിൽ ഇവൻ്റെ അമ്മയുടെ പേരിലുള്ള ആ കോണ്ടാക്റ്റിലേക്ക് ആ ഫോൺ നമ്പറിലേക്ക് ഇവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ നമ്പർ വർക്കഡ് ആയിരുന്നില്ല. അങ്ങനെ ഇവർ കുറേ ശ്രമിച്ചു. അവസാനം ഇവർ വേറൊരു ലത എന്നുള്ള പേര് ആ കോണ്ടാക്റ്റിൽ നിന്ന് തപ്പിയെടുത്തു. അത് ഇവൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു മിസ്സിൻ്റെ നമ്പറാണ്. ആ മിസ്സിൻ്റെ നമ്പറിലോട്ട് ഇവർ നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് ഈ മിസ്സിന് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ഇവർ ഭീഷണി മുഴക്കി തുടങ്ങി. അങ്ങനെ സൈകെട്ട് ഈ ലത എന്ന് പറയുന്ന മിസ്സ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. അതേ തുടർന്ന് ഇവനെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിളിക്കുകയും ആദ്യം വന്ന് ഫോണില്ലാതെയാണ് വന്നത്, പിന്നെ ഫോൺ എടുത്തിട്ട് വരാൻ പറയുകയും ആ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവ്യക്തമാണ്. അതായത് അവർ കൃത്യമായി ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി ഇവൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവൻ സൂയിസൈഡ് ചെയ്തു. 15,000 രൂപയുടെ പേരിൽ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പയ്യൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ആ 35 മിനിറ്റ് ആ സ്റ്റാഫ് റൂമിനകത്ത് അവൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെയായിരിക്കും അവൻ കടന്നുപോയിട്ടുണ്ടാവാം. അതെന്ത് തന്നെയായാലും പുറത്തു കൊണ്ടുവരണം. നമുക്ക് നിതിൻ രാജിൻ്റെ സഹോദരിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആപ്ലോൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്ലോൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്ലോൻ്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ച് സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്ലോൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഞാൻ ഇതിന് പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതുമാണ്. ഡെൻ്റൽ കിറ്റ് വാങ്ങി കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ഈ എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാം അത് കഴിഞ്ഞ് 15-ാം തീയതി അടയ്ക്കാന്നുള്ള ഇതിൽ നിന്നു. അത് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ലത എന്ന് പറയുന്ന അവരുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. കാര്യം എങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കുണ്ടെങ്കിലേ അത് വെക്കാൻ പറ്റും. പിന്നെ റെഫറൻസ് നമ്പറായിട്ട് വെച്ചേക്കുന്ന ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വെച്ചേക്കുന്നത്. എൻ്റെയും നമുക്ക് റെഫറൻസ് നമ്പർ. അല്ലാതെ ഒരിക്കലും ഇവർ പറയുമ്പോൾ ആപ്ലോൻ്റെ ഭീഷണിയിലല്ല അവൻ മരിച്ചത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതന്നെ, ഒരു 15,000 രൂപയുടെ പേരിൽ ഒരിക്കലും ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പയ്യൻ ഒരിക്കലും ഇപ്പോൾ ആ വോയിസ് ക്ലിപ്പിനകത്ത് തന്നെ റാമിനെതിരെ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു അധ്യാപകനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. സോ ഒരിക്കലും ഈ 15,000 രൂപയുടെ കേസിൽ ഇവൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവർ കുറേ പേപ്പേഴ്സുകൾ, അതായത് കുറേ നോട്ട്സുകൾ നമുക്ക് തരും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ലോണിന് മുമ്പ്. അപ്പോൾ ഈ ആക്സെപ്റ്റേഷനിൽ ഈ കോണ്ടാക്ട്സ് ലിസ്റ്റും കൂടിയിട്ട് ഉൾപ്പെടും. നമ്മളത് ശ്രദ്ധിക്കില്ല ശരിക്കും. അപ്പോൾ നമ്മളെ കോണ്ടാക്ട്സും കൂടി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ലത എന്നുള്ള പേര് ഇവൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കാത്തതിന് മൂലമായിരിക്കാം ലത എന്നുള്ള പേരിൽ വേറെ ഇവർ ഫോൺ വിളിച്ചത്. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ മിസ്സായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് ഭീഷണിപ്പെടുത്താൻ ഒരാളെ കിട്ടി. ഇവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഇട്ടേ വേണ്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കാം. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണമെന്നാണ്. ഇങ്ങടി അന്ന് ആ റാമിൻ്റെ കാര്യം പോലും എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, നീ ഫ്രീ ആണ്, എനിക്ക് സംസാരിക്കണം. ഞാൻ ഫുഡ് കഴിക്കണേടാ 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഫുഡ് കഴിക്കാതെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അന്ന് നമ്മൾ മെയിൽ അയക്കാമെന്ന് ഞാൻ പറഞ്ഞ്, എടാ ഇന്ന് മെയിൽ അയച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചെറുക്ക് കൊച്ചു ജീവനോടെ ഉണ്ടാവുമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ്. റൂമിൽ നടന്ന കാര്യങ്ങൾക്ക് പിന്നാലെയാണ്
അതെ അതെ, ഉറപ്പായിട്ടും. കാര്യം ഒരുപാട് കുട്ടികൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു, നിതിൻ അവിടെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടായിരുന്നു, നിതിൻ ആ ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ലോൺ ആപ്പിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചിരുന്നാൽ അതിന് ശക്തമായിട്ട് തെളിവുകൾ എൻ്റെ ഇതിൽ തന്നെ ഉണ്ട്, എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. ഫോൺ ആപ്പ് ലോണിൻ്റെ പേരിലാണെങ്കിൽ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ആ ലോൺ എടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. മറ്റ് വഴികളില്ല, സാമ്പത്തികമായിട്ട് മറ്റ് വഴികളില്ലാത്തവർ എന്ത് ചെയ്യണം? നമുക്ക് ലോൺ എടുത്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അത് ഞങ്ങൾ കടം വീട്ടിൽ തന്നെയാണ് ഇത്രയും മൂന്ന് മക്കളെ പഠിപ്പിച്ച് ഇത്രയും നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ ലോൺ എടുത്തും കഷ്ടപ്പെട്ടിട്ട് കൂലി വേല ചെയ്തിട്ടാണ് ഞങ്ങളെ 3 വരെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. അത് ലോൺ എടുക്കാതെ ഇപ്പം നമ്മൾ എന്തായാലും ജീവിതത്തിൽ ഒരു ലോണെങ്കിലും എടുക്കാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് ലോൺ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,000 രൂപയ്ക്ക് 1 ലക്ഷം രൂപകളൊക്കെ മേടിക്കുന്ന ടീംസാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് അതിനുള്ള വിദ്യാഭ്യാസം അവർ തന്നു. പിന്നെ മോനായതുകൊണ്ട് കുറച്ചും കൂടെ പരിഗണന കൊടുത്ത് അവന് കുറച്ചും കൂടെ വിദ്യാഭ്യാസം കൊടുത്തു. ലോൺ എടുത്ത് ഇത്രയും നാൾ നമ്മൾ പറ്റിച്ച് ഒരാളെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിന് ഇത്രയും വളർത്തി? ഞങ്ങൾ 3 പേരെയും 3 പേർക്ക് 3 രീതിക്കായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തവർ. ഒരിക്കലും അങ്ങനെ വെക്കാൻ പറ്റില്ല. അവരെ ഹാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടാവാനാണ് 100% ചാൻസ്. കാര്യം ഞാനൊരു ബാങ്കിലായിട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് ഒരിക്കലും ആപ്പ് ലോണിൻ്റെ കാര്യത്തിൽ ചുരുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്നുള്ളൊരു വ്യക്തി ഇതെല്ലാം കാണുന്നുണ്ട്. ഇതല്ലെങ്കിൽ നാളെ അവരത് അനുഭവിക്കുക ഈ ഭൂമിയിൽ അവർ പോവുള്ളൂ. ആപ്പ് ലോണിൻ്റെ പേരിലല്ല. കാര്യം അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലുണ്ട്. അവൻ എടുത്തിട്ടുള്ള അവൻ്റെ സിബിൽ സ്കോർ പോലും ഞാൻ ചെക്ക് ചെയ്തു ബാങ്കിൽ കയറുമ്പോൾ എനിക്കത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ പോലെ അവന് വേറെ ലോണുകളില്ല. പ്രിൻസിപ്പള്, ഡോക്ടർ റാം, സംഗീത, പിന്നെ ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് പിള്ളേരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി വലുതായിട്ട് കംപ്ലയിൻറ്റ്സ് ഇല്ല. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാമാണ് ലതാ മാം. അവരിനി എന്തെങ്കിലും മാനസികമായിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞോ, അവരാണ് തിരിച്ച് വിളിച്ചത്. എടാ കുഴപ്പമില്ല, പഠിക്കാനുള്ള പോർഷൻസ് എല്ലാം ഞാൻ ഇട്ട് തരാം, തിരിച്ച് വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവരെന്തേലും പറഞ്ഞിട്ടാണോ, പ്രിൻസിപ്പലിൻ്റെ മാനസിക പീഡനമാണോ, HODയുടെ മാനസിക പീഡനമാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചവൻ പറയും. ഇത്രയും ബോൾഡായിട്ട് ആ കൊച്ച് ഇത്രയും നാൾ ആ സിക്ക് റൂമിൽ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇത്രയും 3 മാസത്തോളം സിക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഇട്ടിരുന്നിട്ട് പോലും അവ അത്രയും ബോൾഡായിട്ട് അവിടെ ജീവിച്ച്. അപ്പോഴേ അവർ പറ്റൂലെങ്കിൽ അന്തേവയ്ക്ക് ഓടി വരേണ്ടതല്ലേ? ഇത്രയും ജീവിച്ചിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യണം? ലക്ഷങ്ങൾ ആപ്പ് ലോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി. അങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും ലക്ഷങ്ങൾ കിട്ടത്തില്ല. ഞങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് കാണിക്കണം. ഈ 2 കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. ഒന്നിൽ സാലറി സർട്ടിഫിക്കറ്റ് വെക്കണം. 20,000 രൂപയിൽ മുകളിൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 1 ലക്ഷമെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൂഫ് എന്തെങ്കിലും അവർക്കത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള എമൗണ്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ലക്ഷങ്ങളൊന്നും തട്ടിയെടുത്തിട്ടോ സ്റ്റാഫ് റൂമിൽ ഇറങ്ങിയതിന് ശേഷം സംസാരിച്ചില്ല. അതിന് മുന്നേ സംസാരിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിക്കാനെല്ലാം പൈസ എല്ലാം മേടിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം അറിയത്തില്ല എന്താണെന്ന്. ഒരിക്കലും ആപ്പ് ലോണിൻ്റെ പേരും പറഞ്ഞ് ഇത് ചുരുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ ഇനി ഞങ്ങൾ അവന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കാണത്തില്ല ഈ ലോകത്ത്. ഞങ്ങളിനി ജീവിക്കൂല, അത് ഉറപ്പാണ്. അവന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും. ഈ ചേച്ചി സത്യം പറഞ്ഞ ഒരു സഹോദരങ്ങൾ ഈ കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും, എടി നീ 12 മണി വരെ സംസാരിക്കണം, എന്തിനു രാത്രി? നിന്നെ കാമുകൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവൻ കൊച്ചല്ല, അവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ സംസാരിക്കും, മണിക്കൂറോളം സംസാരിക്കും. എനിക്കൊരു കുഞ്ഞു മോളാണുള്ള. ആ കൊച്ചിനെ ഞാൻ 8:30-9 മണിക്ക് അവളെ ഞാൻ ഉറക്കും. കാര്യം എനിക്ക് ഇവൻ്റെ അടുത്ത് സംസാരിക്കണം, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണം. എനിക്ക് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവൻ ഇതിൽ ആപ്പ് ലോണിൻ്റെ പേരും പറഞ്ഞ് തള്ളിക്കളയാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ കാണൂല.
അപ്പോൾ അതാണ്. അപ്പോൾ ഈ ആപ്പ് ലോണിൻ്റെ പേരിലായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ലോൺ എടുത്ത് ആദ്യത്തെ ഭീഷണി വന്നപ്പോൾ തന്നെ പോയിട്ടുണ്ടാവണം. അല്ലാതെ ഇത്രയും ഭീഷണിയൊക്കെ താങ്ങിയിട്ട് ഇപ്പോൾ ആ സ്റ്റാഫ് റൂമിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇനി ഇതിൻ്റെ അന്വേഷണം നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോയുടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഗവർണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവർണിംഗ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ മെഡിസിൻ ഡീൻ ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുകയാണെങ്കിൽ കോളേജിൽ ഡെൻ്റൽ വിഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അടച്ചു പൂട്ടി കിടക്കുകയാണ്. അത് ഓൾറെഡി ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് അടച്ചു പൂട്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ വിദേശത്താണ്. അപ്പോൾ അവർ ഇത് മുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ്. അപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമലാണ്. അപ്പോൾ ആളുടെ ബാക്കി വേണ്ടിയാകാം നമുക്ക്. ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു സംഭവം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ നിതിൻ രാജിൻ്റെ കൂടുതൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളും നമുക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ പുറത്ത് മുഖം കാണിക്കാതെ നടക്കുന്ന പ്രിൻസിപ്പാൽ, HOD, റാംമോഹൻ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു അധ്യാപകരുമായിട്ടുള്ള കൂട്ടുകെട്ടാണെങ്കിൽ ഇതുപോലെ സൂയിസൈഡ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ടാവില്ല, അതും പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ വെച്ചിട്ട്. അപ്പോൾ ഇവരുടെ തന്നെ മാനസിക പീഡനങ്ങൾക്ക് ഏറ്റിട്ടുള്ള ഒരു ആഘാതം തന്നെയാണ് നിതിൻ രാജിൻ്റെ മരണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.